ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഇവിടുത്തെ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളുടെ മുൻപാകെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വലിയവനാകുന്ന ദൈവം ഒരു അവസരം ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യ പദവിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റിമണി പറയുവാൻ കഴിയുമോ എന്ന് പോലും ചിന്തിച്ചതാകുന്ന സമയത്ത് വലിയവനാകുന്ന ദൈവം നമ്മെ മുന്നേ കണ്ട് ഇന്ന് ഇവിടെ പറയേണ്ടത് ഇത് ആവശ്യമാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ വലിയവനാകുന്ന ദൈവം അവിടുന്ന് ഒരുക്കിയ നല്ല ഭാഗ്യ പദവിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള ഈ ഡിവൈസിലുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. യഹോവ എനിക്ക് ചുറ്റും പരിചയമായിരുന്നത് കൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രകാരം സങ്കീർത്തനത്തിൽ പറയുന്നു, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് പോലെ യഹോവ എനിക്ക് ചുറ്റും പരിചയമായിരുന്നത് കൊണ്ട് എന്റെ മഹത്വമായിരുന്നത് കൊണ്ട് എന്റെ തല ഉയർത്തുന്നവനായതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് വലിയവനാവുന്ന ദൈവം അവിടുന്ന് അവസരം ഒരുക്കി തന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. എന്നാൽ വലിയവനാകുന്ന ദൈവം എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അത് പ്രകാരമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽപ്പാൻ എന്റെ വലിയവനാകുന്ന ദൈവം എന്നെ യോഗ്യയാക്കി തീർത്ത ആ നല്ല കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം പാലക്കാട് പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ ചെങ്ങന്നൂര് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. എന്നാൽ വണ്ടിയിൽ ഇരുന്നപ്പോഴെല്ലാം എൻ്റെ ചിന്ത ഇതായിരുന്നു, ഇന്ന് എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് കടന്നു വന്നത്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളുടെ പുറത്തും എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അവിടുന്ന് ഒരുക്കി തന്ന ഇന്ന് നിങ്ങൾ പകൽക്കാലം ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ വലിയവനാണ് ദൈവം എന്നെ ഇവിടുന്ന് ഇടയാക്കിയ ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആന്റിയുടെ വീടിന്റെ തൊട്ട് അടുത്ത അവരുടെ ചേട്ടന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവം എനിക്ക് ചെയ്തതാകുന്ന ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് ദൈവം എന്നെ യോഗ്യനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞ ഒരു സൂം മീറ്റിങ്ങില് ഒരു രജനി സിസ്റ്ററുടെ സൂം മീറ്റിങ്ങില് എന്നെ സാക്ഷ്യത്തിന് വിളിക്കുവാൻ ഇടയായി തീർന്നു. അത് നമ്മളുടെ ഇവിടുത്തെ വെളുപ്പിന് 2:30 സമയത്താണ് ആ സാക്ഷ്യത്തിന്റെ സമയം. ആ സമയത്ത് ഞാൻ സാക്ഷ്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പ്രിയ ആന്റി എന്നോട് ഇപ്രകാരം ചോദിക്കുവാനിടയായി. എനിക്ക് ആന്റിയെ യാതൊരു പരിചയവുമില്ല. എന്നോട് ചോദിച്ചു, സുനിയുടെ സിസ്റ്ററാണ് അല്ലേ എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതെ എന്ന് പറയുവാനും ഞങ്ങളെല്ലാം അന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ എല്ലാം തീരുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് വലിയവനാകുന്ന ദൈവം അവിടുന്ന് അവസരം ഒരുക്കി തന്നത്. ഹല്ലേലൂയ. ഞാൻ ആശുപത്രിയിലായിരുന്ന സമയങ്ങളിൽ പ്രിയ ചേച്ചി എന്നെ ശുശ്രൂഷിക്കാനായിട്ട് 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് ഈ സൂം മീറ്റിംഗ് നടക്കുമ്പോൾ വീഡിയോ ഓണാക്കി എന്നെ കാണിച്ചു കൊടുക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥന ആ സമയങ്ങളിൽ എനിക്ക് കേൾക്കുവാൻ എല്ലാം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തിയത്. ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് വിജി ജോസഫ്. ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ എന്ന് പറയുന്നതാകുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമല എന്ന് പറയും. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ചതും എല്ലാം. അപ്പനും അമ്മയ്ക്കും 4 മക്കളിൽ 3ാമത്തവളായി ജനിക്കുവാൻ വലിയവനാകുന്ന ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. എൻ്റെ ചെറുപ്പകാലങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാകുന്ന സമയങ്ങളായിരുന്നു. പ്രിയ പിതാവ് ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് കുടുംബമൊന്നും ശരിക്കും നോക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലെ പ്രിയ മാതാവാണ് ഞങ്ങളെ ഹല്ലേലൂയ നോക്കുവാൻ എല്ലാം ഇടയായി തീർന്നത്. ഞങ്ങൾ 4 മക്കളെയും നോക്കിയതും പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം പ്രിയ മാതാവായിരുന്നു. പിതാവ് രാഷ്ട്രീയത്തിന്റെ പുറകെ പോയി ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് മടങ്ങി വരികയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ സർവശക്തനായ ദൈവം ഞങ്ങളെ ഇവിടുന്ന് പരിപാലിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ മാതാവ് കൂലിപ്പണിയെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഒരു ദിവസം
പണിക്ക് പോയതാകുന്ന സമയത്ത് ഈ കശുമാവിന്റെ ചോടെല്ലാം ഒരുക്കുന്നതാകുന്ന സമയത്ത് കരികിലയെല്ലാം കൂട്ടിയിട്ട് തലയിൽ കൊട്ടയില് വാരി തലയിൽ വെച്ച് അതിന്റെ മുകളിൽ ഒരു വെട്ടുകത്തിയെല്ലാം വെച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലൊന്ന് സ്ലിപ്പാവുകയും ഈ വെട്ടുകത്തി കാലിന്മേൽ വീഴുകയും കാലിന്റെ കുതിഞ്ചരമ്പ് മുറിഞ്ഞു പോകുന്നതാകുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾ 4 മക്കളും കുഞ്ഞുങ്ങളായിരുന്ന സമയത്താണ് പ്രിയ മാതാവിന് ഇങ്ങനെ സംഭവിക്കുവാൻ ഇടയായത്. ആ സമയത്ത് ഉടനെ തന്നെ അവിടെയുള്ളവരെല്ലാം അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തൃശ്ശൂർ ജില്ലാശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ കുതിഞ്ഞരമ്പ് മുറിഞ്ഞു പോയത് കൊണ്ട് ഒരു സർജറി ആവശ്യമാണെന്ന്. അങ്ങനെ സർജറിക്ക് വിധേയപ്പെടുത്തുവാനായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് പ്രിയ മാതാവിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന്. അപ്പോൾ അവിടെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മാതാവിനെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ അവിടെ വെച്ച് ഓപ്പറേഷൻ എല്ലാം നടന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നമുക്ക് തൊട്ടടുത്താണ്. അവിടേക്ക് പ്രിയ മാതാവിനെ ഡോക്ടറെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകുവാൻ ഇടയായി. ഡോക്ടർ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴാണ് അറിയുവാൻ ഇടയായത് വാൽവ് ചുരുങ്ങുന്നതാകുന്ന അസുഖമാണ് പ്രിയ മാതാവിന് ഉള്ളതെന്ന്. അങ്ങനെ അന്നു മുതൽ അവിടെ ചികിത്സ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ശാരീരികസ്ഥിതി വളരെ മോശമായി വരുന്നതാകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 4 മക്കളാണ്. എല്ലാവരും 2 വയസ്സിന് ഇളയതുങ്ങളായിട്ടാണ് ഉള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ ആ സമയത്ത് രോഗം വളരെയധികം മൂർച്ഛിക്കുകയും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് മരുന്നുകൊണ്ട് നിൽക്കുകയില്ല, ഒരു സർജറി ആവശ്യമാണ് എന്ന് പറയുവാൻ ഇടയായി. അതുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊന്നും ഈ ഹാർട്ടിന്റെ സർജറി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരുവാൻ ഇടയായി തീർന്നു. പ്രിയ മാതാവിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കുകയും അവിടെ ചെന്നപ്പോൾ സർജറി ഏറ്റവും പെട്ടെന്ന് നടത്തണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. വാൽവ് റിപ്ലേസ്മെന്റ് സർജറി നടത്തണമെന്ന്, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് വിധി എഴുതി. അങ്ങനെ 1998 ഒക്ടോബർ 28 ആ സമയത്ത് ഞാൻ പ്രീഡിഗ്രി എല്ലാം കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി നഴ്സിംഗിന് തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ പഠിക്കുന്നതാകുന്ന സമയമാണ്. 1 വർഷം കഴിഞ്ഞതാകുന്ന സമയത്താണ് പ്രിയ മാതാവിന്റെ സർജറി വേണമെന്നുള്ളതാകുന്ന ഡോക്ടർ അഭിപ്രായപ്പെടുവാൻ ഇടയായി തീർന്നത്. മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതാകുന്ന സമയങ്ങളായിരുന്നു. ആ സമയത്ത് മാതാവിനെ നോക്കേണ്ടത് എന്റെ കടമയായതുകൊണ്ട് വിദ്യാഭ്യാസമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഞാനും പ്രിയ മാതാവിന്റെ കൂടെ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 1998 ഒക്ടോബർ 28 കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് നടക്കുന്നതാകുന്ന ഏറ്റവും ആദ്യത്തെ വാൽവ് റിപ്ലേസ്മെന്റ് സർജറി പ്രിയ മാതാവിന് നടക്കുവാൻ ഇടയായി തീർന്നു. 8 മണിക്കൂർ നീണ്ടു നിന്നതാകുന്ന സർജറി. ഹല്ലേലൂയ. ഞങ്ങൾ വളരെയധികം ഭയന്നതാകുന്ന സമയങ്ങള്, തിരിച്ചിങ്ങോട്ട് ജീവൻ കിട്ടുമോ എന്ന് പോലും ഭയന്നതാകുന്ന സമയങ്ങള്, മണിക്കൂറുകള്. എന്നാൽ വലിയവരാകുന്ന ദൈവം ആ സർജറി എല്ലാം സക്സസ് ആക്കി പ്രിയ മാതാവിന് ജീവൻ തിരികെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കുറെ നാളുകള് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അതിനുശേഷം ഞങ്ങളെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. മടങ്ങി വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 6 മാസക്കാലം എങ്ങനെയും റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുവാൻ ഇടയായി. എന്നാൽ പ്രിയ മാതാവ് ഒരു സമയം പോലും വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലാത്തത് കൊണ്ട് കുറച്ചു നാളൊക്കെ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും തുടർന്നും പണികളെല്ലാം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്താണ് 2000 എനിക്ക് വിവാഹാലോചന പാലക്കാട് നിന്ന് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ മാതാവിന് വളരെ ആഗ്രഹം എന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അതിൻ പ്രകാരം വിവാഹം 2000 മാർച്ച് 16 എൻഗേജ്മെന്റ്, ഏപ്രിൽ 6 വിവാഹവുമായിട്ട് തീയതികളെല്ലാം നിശ്ചയിക്കുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഞങ്ങൾക്ക് കല്യാണം വേണമെന്ന് പറയുകയും, കാരണം പ്രിയ പിതാവ് ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഒത്തിരി രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കേണ്ട കല്യാണം ആയതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് പറയുകയും അപ്രകാരം ഏപ്രിൽ 6 കല്യാണം ഫിക്സ് ആക്കുകയും ചെയ്തു. അതിന് കല്യാണത്തിന് ഏകദേശം ഒരു 10 ദിവസം മുമ്പ് ഹല്ലേലൂയ ഞാൻ അവിടെ ഒരു നേഴ്സിന്റെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുത്തിരുന്നതാകുന്ന സമയമാണ്. ആ സമയത്ത് ആ നേഴ്സൊക്കെ ട്രാൻസ്ഫർ ആയി കുന്നംകുളം എന്ന് പറയുന്നതാകുന്ന സ്ഥലത്തേക്ക് കടന്നു പോയതാകുന്ന സമയത്ത് ഞങ്ങള് അവരെ കല്യാണം വിളിക്കുവാനായിട്ട് പോകുവാനായിട്ട് ഇരിക്കുകയാണ്. കല്യാണത്തിന് വെറും 10 ദിവസം മുമ്പ് മാത്രമാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വേഗം പോയി ബസ്സിൽ കയറിയിരുന്നു. പ്രിയ മാതാവ് വീട്ടിൽ നിന്ന് എന്ത് ചെയ്താൽ ഇറങ്ങുന്നില്ല. കല്യാണം ഞങ്ങൾ വിളിക്കാൻ പോകുമ്പോൾ അമ്മച്ചി പറയുന്നത് എനിക്ക് വെള്ളയിൽ പുള്ളിയുള്ള സാരി, ഞാൻ മാസയോഗത്തിനും ആരാധനയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ ഉടുക്കുന്നതാകുന്ന സാരി മതി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ആണോ ഈ സാരിയൊക്കെ ഉടുക്കുന്നത് എന്ന് ചോദിച്ചു.
ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാണ് എനിക്ക് ആ സാരി മാത്രം മതി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എനിക്ക് കല്യാണത്തിന് മുമ്പേ തന്നെ എനിക്കുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കുവാൻ ഇടയായി തീർന്നു. എല്ലാ സാധനങ്ങളും കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നും വാങ്ങിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല, എല്ലാം നേരത്തെ തന്നെ മാതാവ് വാങ്ങിച്ചു വെച്ച് അങ്ങനെ വെള്ളയിൽ പുള്ളിയുള്ള ഒരു സാരിയൊക്കെ ഉടുത്ത് മാസയോഗത്തിന് യോഗങ്ങൾക്ക് ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ ഉടുക്കുന്നതാകുന്ന സാരിയെല്ലാം ഉടുത്തുകൊണ്ട് ബസ്സിലേക്ക് വരികയാണ്, കടന്നു വരികയാണ്. ഓടി എന്ന് പറയുവാനില്ല, പെട്ടെന്ന് ചെറിയ സ്പീഡിൽ നടന്നു വന്ന് ബസ്സിൽ കാല് വെച്ചു. എന്നാൽ കാല് വെച്ചതേ ഉള്ളൂ, അവിടെ വെച്ച് കുഴഞ്ഞു വീണ് താൻ പ്രിയം വെച്ചതാകുന്ന നാട്ടിലേക്ക് പ്രിയ മാതാവ് യാത്രയാകുവാനായിട്ട് ഇടയായി തീർന്നു. ഏതൊരു സ്ത്രീയെയും സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അത്. വിവാഹത്തിന് ഇനി വെറും 10 ദിവസം മുൻപ് മാത്രം. എല്ലാവർക്കും എന്ത് കാര്യമുണ്ടെങ്കിലും പ്രിയ മാതാവിനോട് പറയാം, പിതാവിനോട് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. ആ ഒരു സാഹചര്യത്തില് ഞങ്ങൾ എത്തപ്പെട്ടപ്പോൾ ഹല്ലേലൂയ മാതാവിന്റെ ഫ്യൂണറൽ ശുശ്രൂഷയൊക്കെ നടന്നു. അതിനുശേഷമായിട്ട് വിവാഹം മാറ്റി വെക്കണ്ട എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. കാരണം എല്ലാവരെയും വിളി കഴിഞ്ഞതല്ലേ. എന്നാൽ ആ കൃത്യമായ സമയത്ത് തന്നെ 9-ാം ദിവസം എൻ്റെ വിവാഹം നടക്കുവാനായിട്ട്, ഫ്യൂണറൽ കഴിഞ്ഞ് 9-ാമത്തെ ദിവസം ഏപ്രിൽ 6-ാം തീയതി എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഹല്ലേലൂയ പാലക്കാട് പ്രദേശത്തേക്ക് കടന്നു പോകുന്നതാകുന്ന സമയങ്ങള് അവിടെയെല്ലാം ദൈവം ഞങ്ങളെ അവിടുന്ന് വഴി നടത്തി. ദൈവം അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് പ്രിയ പിതാവും 2 സഹോദരന്മാരുമാണ് തന്നെയാണ് ഭവനത്തിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ മാതാവിന്റെ വീട്ടുകാരെല്ലാം നിർബന്ധപ്രകാരം പിതാവിനെ വീണ്ടും 2ാമത് വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് എൻ്റെ പിതാവ് 2ാമത് വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നത്. 2ാമത് വന്ന മാതാവിനെ ഞങ്ങൾ ഇളയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങളുടെ സ്വന്തം മാതാവിനെ പോലെ ഞങ്ങളെ സ്നേഹത്തോടെ, ഞങ്ങളെ സന്തോഷത്തോടെ, ഞങ്ങളെ കരുതലോടെ നോക്കിയിരുന്നതാകുന്ന ഒരു മാതാവ്, ഞങ്ങളുടെ അമ്മയെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതാകുന്ന ഒരു മാതാവായിരുന്നു പ്രിയ ഇളയമ്മ. ഇളയമ്മ തൃശ്ശൂർ വുമൻസ് ഫുഡ് കോർട്ട് എന്ന് പറയുന്നതാകുന്ന റെസ്റ്റോറന്റില് കുക്കായിട്ട് വർക്ക് ചെയ്യുന്നതാകുന്ന സമയത്തായിരുന്നു പ്രിയ മാതാവിന്റെ വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ മാതാവ് ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കത്തില്ല, എന്നും ജോലിക്കായിട്ട് കടന്നു പോകും. ഒരസുഖമുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കില്ല. എന്നാലും ജോലിക്കായിട്ട് നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പല്ലുവേദന വന്നതാണ്. പ്രിയ മാതാവിന് പല്ലുവേദന വന്ന് ഞങ്ങൾ തൃശ്ശൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കാണിക്കുവാൻ ഇടയായി. ആ സമയത്ത് ഞാൻ പാലക്കാടാണ്. കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ആ പല്ലെടുക്കണം, ആ പഴുപ്പൊന്ന് കുത്തി ടെസ്റ്റിന് അയക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ പല്ലെടുക്കുകയും പഴുപ്പ് ടെസ്റ്റ് അയക്കുകയും ചെയ്തു. 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടെസ്റ്റിന് റിപ്പോർട്ട് വന്നപ്പോഴാണ് പ്രിയ മാതാവിന് വ്യാപിച്ചത് ക്യാൻസർ എന്നുള്ളതാകുന്ന രോഗമായിരുന്നുവെന്ന്. അതിനുശേഷമായിട്ട് ഞാൻ പാലക്കാട് നിന്ന് പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തൃശ്ശൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി. അങ്ങനെ 75 റേഡിയേഷനും 6 കീമോയും ചെയ്ത് പ്രിയ മാതാവ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ചൂടിന്റെ സ്ഥലത്ത് നിൽക്കുന്നതാകുന്ന ജോലികളൊന്നും ചെയ്യരുത്, അല്ലാതെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറയുവാനിടയായി. പ്രിയ മാതാവ് വീണ്ടും ജോലിക്ക് കടന്നു പോകുവാനിടയായി. വീണ്ടും പോയത് ഈ കുക്ക് ആ ജോലി തന്നെയാണ് പ്രിയ മാതാവ് ചെയ്യുവാനിടയായി തീർന്നത്. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം പെട്ടെന്നൊരു ചുമ വരുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്നെ വീട്ടിലോട്ട് വിളിച്ചു, എനിക്കൊരു ചുമയാണ്, നീ ഒന്ന് വരണം, എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുവാൻ ഇടയായി. ഞാൻ അങ്ങനെ പാലക്കാട് നിന്ന് ഇളയമ്മയെ ഡോക്ടറെ കാണിക്കുവാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. 2018 ഫെബ്രുവരി മാസം 1-ാം തീയതി ഞങ്ങൾ അമല ആശുപത്രിയിലായിരുന്നു ഇളയമ്മയുടെ ട്രീറ്റ്മെന്റ് എല്ലാം. അവിടേക്ക് ഞാൻ പ്രിയ മാതാവിനെയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്, അത് കുത്തിയെടുക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആവുകയും ആ വെള്ളമെല്ലാം കുത്തിയെടുത്തു. എന്നാൽ റിസൾട്ട് കടന്നു വന്നപ്പോൾ ഈ രോഗം ശ്വാസകോശത്തെ ബാധിച്ചതാണ്. ഞങ്ങൾ നടന്ന് ആശുപത്രിയിൽ നിന്ന് പോയതാണ്. ഹല്ലേലൂയ ഫെബ്രുവരി 18-ാം തീയതി ഞങ്ങൾക്ക് 2ാമതായി വന്നതാകുന്ന മാതാവും താൻ പ്രിയം വെച്ചതാകുന്ന നാട്ടിലേക്ക് യാത്രയാകുവാനിടയായി തീർന്നു. ജീവിതത്തിൽ വളരെ ദുഃഖിച്ചതാകുന്ന സമയം, ഈ ലോകപ്രകാരമുള്ള മാതാവ് ഞങ്ങളെ വിട്ട് അകന്നു പോയപ്പോഴും ഞങ്ങൾ ഏറ്റവും ദുഃഖത്തോടെ ആയിരുന്നതാകുന്ന സമയത്തും ഒരു പെറ്റമ്മയെ അമ്മ എങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ മാർവോടണച്ച ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിച്ചു വഴി നടത്തി. പ്രിയ പിതാവ് ഇപ്പോഴും ആയിരിക്കുന്നു, പ്രിയ സഹോദരന്റെ കൂടെ ആയിരിക്കുന്നു. പ്രിയ പിതാവിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദുഃഖങ്ങള് ഓരോന്നോരോന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടെ കൊണ്ടും ഞങ്ങളെ വിധി വിട്ടുമാറുവാനായിട്ട്
ഇടയായി തീർന്നില്ല. വീണ്ടും ഞാൻ ഭവനത്തിലേക്ക് പാലക്കാട് കടന്നു വന്നതാണ് സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ ആ കൊറോണയുടെ ടൈമിൽ എനിക്ക് കൊറോണ വരുവാൻ ഇടയായി തീർന്നു. പ്രിയ മോനും കൊറോണ വന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്നതാണ് സമയങ്ങൾ. എനിക്ക് ഈ കൊറോണ വളരെ ശക്തമായി എന്നെ ബാധിക്കുവാൻ ഇടയായി തീർന്നു. ആരെയും കാണാൻ പറ്റാത്തതാണ് സാഹചര്യം. ഹോസ്പിറ്റലിലെ ഓക്സിജൻ മാസ്കുകളുടെ ഇടയിലൂടെ ജീവിതം കഴിച്ചതാണ് സമയങ്ങള്. എൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഓരോ വ്യക്തികളും. നിമിഷം തോറും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതാണ് കാഴ്ചകള്, നേരിൽ കാണേണ്ടി വരുന്നതാണ് ഒരവസ്ഥ. ആ സമയങ്ങളിൽ മരണഭീതി എന്നെ വളരെയധികം അലട്ടുവാൻ ഇടയായി തീർന്നു. ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയന്നതാണ് സമയങ്ങള്. ആ സമയത്ത് ഞാൻ പ്രിയ മോനോട് പറഞ്ഞു, അമ്മ മരിച്ചു പോകുമായിരിക്കും കുട്ടാ എന്നൊക്കെ പറയുവാനെല്ലാം ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, അനേക ദൈവമക്കള്, അനേക പ്രിയപ്പെട്ടവര്, അനേകർ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഫലമായിട്ട് ഹല്ലേലൂയ ദൈവം എന്നെ ആയുസ്സോടെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അവിടെയും വിധി ഞങ്ങളെ വീണ്ടും വെറുതെ വിടുവാനായിട്ട് ഇടയായി തീർന്നില്ല. അതിനുശേഷമായിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാം കടന്നു വന്നു. ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ ഇപ്പൊ കഴിഞ്ഞതാകുന്ന സമയങ്ങളില് വീണ്ടും ഒരു ദിവസം എൻ്റെ കൈക്ക് വേദന വന്നതാണ്. വിരലുകൾക്ക് വേദന, വളരെ സഹിക്കാൻ പറ്റാത്തതാകുന്ന വേദന. നേരം വെളുത്തത് ആയപ്പോഴത്തേക്കും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കാലും കൈയും വിരലുകളും എല്ലാ ജോയിന്റ്സുകളും നീര് വന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് സമയങ്ങള്. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവനും എല്ലാം എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, ഇൻഫെക്ഷൻ കൂടിയതാണെന്നെല്ലാം പറയുവാൻ ഇടയായി തീർന്നു. അവിടെ ഇഞ്ചക്ഷനും എല്ലാം മരുന്നുകളും എല്ലാം ചെയ്തു. എന്നാൽ ആ സമയത്ത് അവിടെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവ് എന്നെ കണ്ട ഉടനെ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ, ആയുർവേദ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പറയുവാനിടയായി. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് എനിക്ക് നടക്കുവാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരാൾ വന്ന് നോക്കുന്നത് പോലും എനിക്ക് വേദന അനുഭവപ്പെട്ടതാകുന്ന സമയങ്ങള്, അല്ലെങ്കിൽ ഞാൻ നിലവിളിച്ചിരിക്കുന്നതാകുന്ന സമയങ്ങൾ, എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തതാകുന്ന നിമിഷങ്ങള് ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയത്ത് എന്നെയും കൊണ്ട് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി. അവിടെ ചെന്ന് ഡോക്ടർ എന്നെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഉടനെ തന്നെ എൻ്റെ രോഗത്തിന് വിധി എഴുതി. എനിക്ക് ആമവാദം എന്ന് പറയുന്നതാകുന്ന അസുഖമാണ് കടന്നു വന്നതെന്ന്. ഹല്ലേലൂയ. ആ ആമവാദം വന്ന് എന്നെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുവാൻ ഇടയായി. രാത്രി സമയങ്ങളിൽ അയ്യം വിളിക്കുന്നതാകുന്ന നിമിഷങ്ങള് ജീവിതത്തിൽ കടന്നു വന്നു. എനിക്കൊരാൾ നോക്കുന്നത് പോലും, എന്നെ കാണുന്നത് പോലും എനിക്ക് വേദന അനുഭവപ്പെട്ടതാകുന്ന സമയങ്ങള്. ഒന്ന് തലമുടി ചീകുകയോ ഒരു മുഖം കഴുകുകയോ പല്ല് തേക്കുകയോ ഒന്നും വേണ്ട. എൻ്റെ ഒരു കാര്യങ്ങളും എനിക്ക് സ്വയമായി ചെയ്യുവാൻ പറ്റാത്തതാകുന്ന നിമിഷങ്ങള്. കൈകളെല്ലാം ചുരുണ്ടുകൂടിയിരിക്കുന്ന സമയം, കാലെല്ലാം നിവർത്തുവാൻ പോലും മേലാതെ നീര് വെച്ച് വല്ലാത്തതാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. കിഴിയും ധാരയും ഒഴിച്ചിലും എന്ന് വേണ്ട സകല കാര്യങ്ങളുമായിട്ട് കടന്നുപോയതാകുന്ന 42 ദിവസങ്ങള് ആ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉറക്കെ കരയുവാൻ ഇടയായി. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അനേക പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി കരയുവാൻ ഇടയായി. അങ്ങനെ 42 ദിവസം ആ ആശുപത്രിയിൽ നിന്ന് ഞാൻ പതുക്കെ പിച്ച നടക്കാറായപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുവാൻ ഇടയായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസം കൂടുമ്പോൾ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ആകണം, ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും ഈ ആമവാദം എന്ന് പറയുന്നതാകുന്ന അസുഖം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി പോകയില്ല എന്ന ഡോക്ടേഴ്സ് വിധി എഴുതി. ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ആന്റി കോട്ടയത്ത് താമസിക്കുന്നുണ്ട്. ആ ആന്റി വിളിക്കുവാൻ ഇടയായി, ഇവിടേക്ക് അവളെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, ആ ഉപവാസ പ്രാർത്ഥന അവൾക്കതൊരു അനുഗ്രഹമായി തീരുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ആന്റിയുടെ അടുത്ത് ചിങ്ങവനത്ത് എന്നെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ദൈവദാസന്റെ ദൂത് എന്നോടായിരുന്നു. റീത്ത് വെച്ച് കൊണ്ടുവരേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നതിന് പിന്നിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നും എന്നോട് ദൂത് പറയുവാനും ഹല്ലേലൂയ ദൈവസന്നിധി ഞാൻ നിലവിളിക്കുവാനും ഇടയായി തീർന്നു. ഏതിൽ നാം തെറ്റിപ്പോയോ, ഏതിൽ നാം വീണുപോയോ അവിടേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്നുവെങ്കിൽ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ദൂത് കേൾക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഇടയായി തീർന്നു. എനിക്ക് വേണ്ടി ദേവദാസൻ പ്രാർത്ഥിച്ചു. അതുവരെ മുട്ടുകുത്തി ഇരിക്കുവാൻ പറ്റാത്തതാകുന്ന സാഹചര്യത്തില് ആ ദേവദാസൻ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എനിക്ക് മുട്ടുകുത്തി ഇരിക്കുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. അന്ന് തൊട്ട് ഇന്ന് ഈ നവംബർ 25 വരെ ഈ ആമവാദം എന്ന് പറയുന്നതാകുന്ന രോഗം എന്നെ തൊടുവാനായിട്ട് ഇടയായി തീർന്നില്ല. ദൈവം അവിടുന്ന് അതിൽ നിന്ന്
പരിപൂർണ സൗഖ്യത്തെ, വിടുതലിനെ എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. ആമവാദം വന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്തതാകുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവം ഒരു വിടുതൽ അയക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് മാറുകയല്ല, അത് സമ്പൂർണ്ണ വിടുതലായിരിക്കും, അത് പൂർണ്ണ വിടുതലായിരിക്കും. ഏറ്റെടുത്ത് ഹല്ലേലൂയ, അതിനെ ഏറ്റെടുക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തൊടുവാനായിട്ട് ഇടയായി തീരുകയില്ല. ഞാൻ പെട്ടെന്ന് എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ, അങ്ങനെയും കടന്നു പോയതാണ് സമയങ്ങളിൽ പ്രിയ പൈതലിന്റെ മൂത്ത മോളുടെ വിവാഹം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടെല്ലാം കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദുഃഖം അനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു. എങ്കിലും ദൈവം നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മോളുടെ ആദ്യത്തെ ഡെലിവറി സമയത്ത്, പ്രിയപ്പെട്ടവൻ മംഗലാപുരത്ത് ഒരു ജോലിക്കായിട്ട് കടന്നു പോയതാണ്. 1 മാസം ജോലി ചെയ്തു. പിറ്റേ ദിവസം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്നൊരു അസ്വസ്ഥത വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ ഫോൺ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത, കൈകൾക്കൊക്കെ ഒരു പെരുപ്പ്, വല്ലാത്തതൊരു അസ്വസ്ഥത വന്നു എന്ന് പറയുവാൻ ഇടയായി. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് പോരെ, പാലക്കാടിന് പോരെ, വണ്ടി കയറി പോരെ എന്ന് പറയുവാൻ ഇടയായി. എന്നാൽ കൂടെ ജോലി ചെയ്തിരുന്നവര് അവിടെ മംഗലാപുരം ആശുപത്രിയിലേക്ക് കൊണ്ട് കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം, ട്രസ്റ്റ് ചെയ്യണം എന്നെല്ലാം പറയുവാനിടയായി. അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങളുടെ അടുത്ത് എത്തുവാൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും പ്രിയപ്പെട്ടവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ടെസ്റ്റുകളും റിസൾട്ടുകളും എല്ലാം ചെയ്ത്, ടെസ്റ്റുകളെല്ലാം ചെയ്ത് റിസൾട്ട് വന്നപ്പോഴാണ് ആൾക്ക് ഒരു മേജർ അറ്റാക്കാണ് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. സത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെട്ടതാണ് സമയങ്ങളായിരുന്നു ആ സമയങ്ങൾ. എന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ അനേകർ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി. അതിന്റെ ഫലമായിട്ട് ആൻജിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവം അവിടെ നിന്ന് വിടുതലിനെ അയക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ അറ്റാക്ക് കടന്നു വരുവാൻ ഇടയായി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ 2ാമത്തെ അറ്റാക്ക് അല്ലത് 3ാമത്തെ അറ്റാക്കാണ് കടന്നു വന്നതെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവം അതിൽ നിന്നെല്ലാം വിട്ടുവെച്ച് ഇത്രത്തോളം നിർത്തുന്നു. ഹല്ലേലൂയ. പിന്നെയും വിധി ഞങ്ങളെ വിട്ടുമാറുവാനായിട്ട് ഇടയായി തീർന്നില്ല. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോളുടെ പേര് അൻമേരി ജോസഫ്, 2ാമത്തെ മോന്റെ പേര് അലൻ ജോസഫ്. ഹല്ലേലൂയ. മോളുടെ വിവാഹം കഴിഞ്ഞതാണ് സമയം. മോൻ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞ ഉടനെ, ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ അവനൊരു ചെറിയ ജോലിക്ക് അവര് വിളിക്കുവാൻ ഇടയായി. അതൊരു ചെറിയൊരു കടയാണ്. ആ കടയിലാണ്. അത് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ അവന്റെ റിസൾട്ട് ഒന്നും കടന്നു വന്നിട്ടില്ല. അവൻ പറഞ്ഞു, അമ്മേ എന്നാ ഞാൻ ജോലിക്ക് കടന്നു പോയിക്കോട്ടെ എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ അവൻ അവിടെ നിന്ന് ജോലിക്കായിട്ട് കടന്നുപോയി. ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുകയും എന്നെയും കൊണ്ട് ഇവൻ പെട്ടെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ ഇടയായി. അവിടെ അന്ന് ഒരൊറ്റ ദിവസം മുഴുവനും ഒബ്സർവേഷൻ റൂമിൽ കിടക്കുവാൻ ഇടയായി. നേരം വെളുത്തപ്പോഴാണ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നത്. വീട്ടിൽ വന്ന ഉടനെ ഇവൻ ഫുഡൊന്നും കഴിച്ചില്ല. ഇവൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇവൻ ജോലിക്കൊക്കെ കടന്നുപോയി. ഉച്ച ആകുന്ന ഫുഡ് വാങ്ങിക്കുവാൻ പോകുന്നതാകുന്ന സമയത്ത് പെട്ടെന്ന് ഇവനൊരു തലകറക്കം വരികയും ഇവൻ ഫുഡ് വാങ്ങിച്ച് തിരിച്ചു വരുന്നതാകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ റോഡ് NH റോഡാണ്, വാഹനങ്ങൾ തുരുതുരെ പോകുന്നതാകുന്ന സമയം. ആ സമയത്ത് അവന് പെട്ടെന്ന് തലകറക്കം വരികയും അവന്റെ വണ്ടി അവൻ അവിടെ നിർത്തുവാൻ ഇടയായി തീർന്നു. റോഡിന്റെ നടുക്ക് വശത്താണ് ഈ വണ്ടി നിർത്തിയത്. എന്നാൽ എതിരെ വന്നതാകുന്ന ഒരു പിക്കപ്പ് വാന് ഇവന്റെ വണ്ടിയെ ഇടിച്ച് തെറിപ്പിക്കുവാനും ഹല്ലേലൂയ ഇവൻ തെറിച്ചു വീഴുവാനും ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാകുന്ന സാഹചര്യമായിരുന്നു. പെട്ടെന്ന് തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയും എന്നോട് വിവരമൊന്നും അറിയിച്ചില്ല. അതിനുശേഷമായിട്ടാണ് എന്നോട് വിവരം പറയുന്നത്. ഞാനും പ്രിയപ്പെട്ടവനും എല്ലാം ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ദേഹത്ത് മുഴുവനും മുറിവുകളും ഒക്കെ ആയി കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഡോക്ടേഴ്സ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴാണ് തലയുടെ പുറകിൽ ഒരു ഞരമ്പിലെ ബ്ലഡ്
ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണെന്ന് പറയുവാനിടയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ ചെറുപ്പമായതുകൊണ്ട് മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് 10 ദിവസത്തോളം അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഈ ഒരു ഇൻസിഡന്റ് അവന്റെ ജീവിതത്തെ അവനെ മാറ്റിമറിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയി തീരുവാൻ ഇടയായി തീർന്നു. അവൻ സാധാരണ ഒരു വിശ്വാസിയായിരുന്നു. ഞങ്ങൾ അപ്പനും അമ്മയും പള്ളിയിൽ പോകുമ്പോൾ അവൻ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ അവൻ ദൈവമായിട്ടൊന്നും യാതൊരു ബന്ധവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഇൻസിഡന്റ് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി. ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല, ഞങ്ങൾ ആരും അവനോട് ഒന്നും പറഞ്ഞില്ല. അവൻ തന്നെത്താൻ വീട്ടിൽ 21 ദിവസം ഉപവസിക്കുവാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും ഉപവസിച്ച് വീട്ടിന്റെ അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് പറയും, അമ്മേ ബൈബിൾ സംസാരിക്കുമെന്ന് പറയുന്നത് എത്ര വാസ്തവമാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ കുട്ട, വേദപുസ്തകം സംസാരിക്കും. അപ്പോൾ ഇവൻ വായിച്ചിരുന്നത് അപ്പോസ്തല പ്രവൃത്തിയായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറയാ, അമ്മേ പൗലോസിനെ ഒന്ന് നോക്കിക്കേ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, പാനീയ യാഗമായി അർപ്പിക്കപ്പെട്ടവൻ. ഓ എന്തൊരു യോഗ്യതയാലേ അമ്മേ, ഓ എന്തൊരു കൃപയാലേ അമ്മേ എന്നെല്ലാം ഇവൻ എന്നോട് പറയുവാനിടയായി. ഇവൻ പൗലോസ് ഇവന്റെ റോൾ മോഡലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവൻ വേദപുസ്തകം വായിക്കുകയും ഇങ്ങനെ ഓരോന്ന് ധ്യാനിക്കുവാനും എല്ലാം ഇടയായി തീരുവാൻ ഇടയായി തീർന്നു. ഈ ഒരു ആക്സിഡന്റ് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി. അങ്ങനെ ഇവൻ എവിടെ കൺവെൻഷൻ ഉണ്ടോ, എവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ടോ, എവിടെ ആരാധനയുണ്ടോ, അവിടെയെല്ലാം ഞാനും എൻ്റെ കുഞ്ഞും കൂടി കടന്നു പോകും, എല്ലായിടത്തും കടന്നു പോകും. ഈ 2024 നടന്നതാണ് എല്ലാ കൺവെൻഷനുകളിലും എല്ലാ മീറ്റിങ്ങുകൾക്കെല്ലാം ഞങ്ങൾ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ ഞങ്ങൾ വീട്ടിൽ വന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന് വലിയൊരു ആഗ്രഹമായിരുന്നു അഭിഷേകം പ്രാപിക്കണം എന്നുള്ളത്. അവൻ അതിന് അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് പ്രിയ സുനിച്ചേച്ചി വിളിച്ചു പറയുവാൻ ഇടയായത്. കുട്ട, ഞങ്ങൾ അവനെ കുട്ട എന്നാ വിളിക്കുന്നത്. അവന് പറയാനിടയായത്, ഇവിടെ ഷാജിയമ്പോൾ പാസ്റ്റർ സഭയിൽ വെച്ച് 21 ദിവസം ഉപവാസം നടക്കുന്നുണ്ട്, നീ കടന്നു വരുന്നോ എന്ന് ചോദിക്കുവാനിടയായി. അപ്പോൾ തന്നെ അവൻ ഒരുങ്ങി അവൻ ചേച്ചിയുടെ വീട്ടിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അവിടെ ചെന്ന് ചേച്ചിയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവസാന ദിവസം ഇവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. ആ ആരാധന കഴിഞ്ഞ ശേഷം എന്നെ ഉടനെ തന്നെ വീട്ടിലോട്ട് വിളിച്ചു പറയുവാനിടയായി, അമ്മേ ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് എന്തൊരു ശക്തിയാണ് അമ്മേ, അത് അനുഭവിച്ചവർക്ക് അതിന്റെ മാധുര്യം മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ എന്നെല്ലാം ഇവൻ എന്നോട് ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഇങ്ങനെ വാചാലനായി സംസാരിക്കുവാനിടയായി. ഇവനത്രയ്ക്ക് സന്തോഷമായിരുന്നു അവിടെ കടന്നുപോയി അവൻ അഭിഷേകം പ്രാപിച്ചത്. അതിനുശേഷമായിട്ട് അവൻ ഭവനത്തിലേക്കെല്ലാം കടന്നു വന്നു. അവൻ ഇങ്ങനെ എല്ലാ പാസ്റ്റേഴ്സിനെ എല്ലാം വിളിച്ച് ചോദിക്കും, ഞാൻ നിങ്ങൾ പാസ്റ്റർമാരുടെ കൂടെ വന്നോട്ടെ, ഇവന് പിന്നെ സുവിശേഷം അറിയിക്കണം, സുവിശേഷം ഇവന് വലിയൊരു ഭാരമായി തീരുവാനിടയായി. അങ്ങനെ യൂട്യൂബിലൊക്കെ ഒക്കെ പ്രസംഗിക്കുന്ന ചേസ് പാസ്റ്ററെ എല്ലാം വിളിച്ച് ചേസ് പാസ്റ്ററെ കാണുവാനായിട്ട് അവൻ മല്ലപ്പള്ളിയിൽ പോയി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ നീ ചെറുപ്പമാണ്, നീ ഇപ്പോൾ പഠിക്കുക, ദൈവവിളി നിനക്ക് ഉണ്ടാകുകയാണെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ എന്നെല്ലാം ഇവനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവനങ്ങനെ ദൈവസന്നിധിയിൽ അവൻ നന്നായി ഒരുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവന് ആ ഒരു ആഗ്രഹം, എനിക്ക് പഠിക്കണം. ഞങ്ങൾക്ക് സാമ്പത്തികമാകുന്ന നന്മകളൊന്നും ഞങ്ങൾക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് ഇവനെ പഠിപ്പിക്കുവാനൊന്നും കഴിയാത്തതാകുന്ന ഒരു അവസ്ഥയിലൂടെയല്ല കടന്നു പോയതുകൊണ്ട് തുടർന്ന് പഠിപ്പിക്കുവാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് ഇവൻ എന്നോട് പറഞ്ഞത്, അമ്മ ഞാനൊരു ജോലി ചെയ്യാം, ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവന് സിവിൽ സർവീസ് എഴുതണം, വലിയ ആഗ്രഹമായിരുന്നു ഇവനൊരു കളക്ടർ ആകണം എന്നുള്ളത്. അവനോട് പറഞ്ഞ്, ഞാൻ നോക്കിയിട്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ഒരു കളക്ടർ ജോലിയാണെന്ന് ഏറ്റവും നല്ലത്. കാരണം കളക്ടർക്ക് സമാധാനം ഉണ്ടായിരിക്കണം, സന്തോഷം ഉണ്ടായിരിക്കണം, പരോപകാരം ഉണ്ടായിരിക്കണം, വിശ്വസ്തത, ഇതെല്ലാം ഒരു കളക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാ. എനിക്കൊരു കളക്ടർ ആവണം, എനിക്ക് സിവിൽ സർവീസ് എഴുതണം അമ്മേ എന്തെല്ലാം ഇവൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനെ കടന്നു പോകണം എന്നുള്ളത്. ഇവൻ ഞങ്ങൾ വീട്ടിൽ സാധാരണ ഒരു കുടുംബമായതുകൊണ്ട് ഇവനെ തുടർന്ന് പഠിപ്പിക്കാനൊന്നും സാഹചര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ 2006 തോന്നുന്നു, ഞാൻ തെങ്ങ് കയറ്റം, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ തെങ്ങുള്ളത് കൊണ്ട് തെങ്ങ് കയറാൻ ആളെ വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ ആ സമയത്ത് തെങ്ങ് കയറ്റം പഠിച്ചു. ഞാൻ തന്നെ ഞങ്ങളുടെ ഭവനത്തിലെ ഒക്കെ തേങ്ങ ഇടുന്നതാന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവനെ തെങ്ങ് കയറ്റം പഠിപ്പിച്ചു. അതിനുശേഷം ഇവനാണ് ആ തെങ്ങ് കയറുന്ന മെഷീൻ കൊണ്ട് എല്ലായിടത്തും പോയി തെങ്ങ് കയറി ആ കിട്ടുന്ന പൈസ ഒരു പൈസ പോലും അവൻ എടുക്കില്ല, അതുപോലെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരും. അങ്ങനെ ആ പൈസ കൊണ്ടുപോയി അവൻ കോളേജിൽ പോയതാകുന്ന സാഹചര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച സ്തോത്രാഴ്ച ഇല്ലാതിരുന്ന ഒരു സമയത്ത് രാവിലെ അവൻ തെങ്ങ് കയറുന്ന മെഷീനുമായിട്ട് പോയി തെങ്ങ് കയറി അവൻ കൊണ്ടുവന്ന പൈസ കൊണ്ട് ഞങ്ങൾ സ്തോത്രകാഴ്ച ഇട്ടതാകുന്ന സമയങ്ങൾ വരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവൻ
അവനിങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നതുകൊണ്ട് അവന് ജോലിക്ക് കടന്നു പോകണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവൻ ജോലിക്കായിട്ട് കടന്നു പോകുവാനായിട്ട് പാലക്കാട് ലുലു മാളിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ളൊരു കുഞ്ഞ് ഞങ്ങളോട് വന്ന് പറയുകയും അത് പ്രകാരം അവൻ അവിടെ പോവുകയും അവിടെ അവന് സെലക്ഷൻ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യത്തെ 2 ദിവസം മാത്രമേ അവൻ പാലക്കാട് ജോലി ചെയ്തുള്ളൂ. പിന്നീട് ആലേലിയ പുതുതായി കൊല്ലത്ത് വരുന്നതാണ് ഒരു ലുലു മാളിന്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. അവിടേക്ക് ഇവരെ 3 കുഞ്ഞുങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി തീർന്നു. 2025 ജനുവരി 15-ാം തീയതിയാണ് കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് ആലേലിയ കൊല്ലത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. ഇത്രയും നാളും എന്നോട് കൂടെ ഉണ്ടായിരുന്നതാണ് കുഞ്ഞ്. ആദ്യമായിട്ട് എന്നെ വിട്ട് ഞങ്ങൾ പോയപ്പോൾ എനിക്ക് വളരെ ദുഃഖമായിരുന്നു. ഞാൻ ഒത്തിരി കരയുവാനെല്ലാം ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും ഇവനെ ഫോൺ വിളിക്കും. അപ്പോൾ ഇവൻ എന്നോട് പറയും, അമ്മ എന്തിനാ കരയുന്നത്, ഞാൻ ദൂരമൊന്നും അല്ലല്ലോ അമ്മ പോയത്, ഞാൻ ഇവിടെ അടുത്തല്ലേ പോയത് എന്നൊക്കെ പറയുവാൻ ഇടയായി. ആലേലിയ അവൻ എന്നോട് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോഴൊന്നും വരില്ല, ഞാൻ 6 മാസം കഴിഞ്ഞേ ഞാൻ വരത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവനൊരു സങ്കടമുണ്ടായിരുന്നു. അവൻ ആരാധനയ്ക്ക് കടന്നു പോകുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവരും അമ്മേ എന്ന് പറയുവാൻ എല്ലാം ഇടയായി തീർന്നു. ആ സമയത്ത് അവരിവിടെ നിന്ന് പോകുന്ന വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴം കഴിഞ്ഞ് ആ ഞായറാഴ്ച വൈകുന്നേര സമയത്ത് ഒരു ദേവദാസനും കുടുംബവും ഈ ലുലു മാൾ സന്ദർശിക്കുവാനായിട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവൻ ആ ദേവദാസനെ ഇവനെ കണ്ടോടനെ മനസ്സിലായി ഇവനൊരു വിശ്വാസിയാണെന്ന്. ദേവദാസനെ കണ്ടോടനെ ഇവനും മനസ്സിലായി ഇതൊരു ദേവദാസനാണെന്ന്. അങ്ങനെ പരസ്പരം നമ്പർ വാങ്ങുകയും ആ ദേവദാസന്റെ പേര് ജനാർദ്ദൻ എന്നാണ്. പാസ്റ്റർ AG ചർച്ചിലെ പാസ്റ്ററാണ്. അങ്ങനെ അന്ന് മുതൽ അവൻ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും എല്ലാ ഉപവാസം അവിടെ നടക്കുന്നുണ്ടോ അത് ഒന്നും മുടക്കാതെ എല്ലാ മീറ്റിങ്ങുകൾക്കും അവൻ അറ്റൻഡ് ആകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്ന് അവൻ ദേവദാസനുമായിട്ട് കൂടുതൽ അടുക്കുവാനും ദൈവവചനം കൂടുതലായി പഠിക്കുവാനും എല്ലാം ഇടയായി തീർന്നു. പെട്ടെന്നാണ് ഒരു ദിവസം അവൻ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, അമ്മേ ഞാൻ ഈ മാർച്ച് വരെ ജോലി ചെയ്യുന്നുള്ളൂ, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാ, എനിക്ക് പഠിക്കണം അമ്മേ, എനിക്ക് സുവിശേഷ വേല ചെയ്യണം അമ്മേ എന്നെല്ലാം പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, എന്നാൽ കുട്ടാ നീ പോരെ, നിനക്ക് അതാ ആഗ്രഹമെങ്കിൽ നീ പോരെ എന്ന് പറയുവാനിടയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏപ്രിൽ 1, 2, 3 ദിവസങ്ങളിൽ ജനാർദ്ദൻ പാസ്റ്ററുടെ വീട്ടിൽ വെച്ച് സഭയിൽ വെച്ച് നടക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരാം, 4-ാം തീയതി കടന്നു വരാം എന്ന് പറയുവാനിടയായി. അങ്ങനെ അവൻ 4-ാം തീയതി കടന്നു വരുന്ന അന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ചേച്ചിയുടെ വീട്ടിലോട്ട് കടന്നു വന്നോ, ഞാൻ വരുമ്പോൾ രാത്രിയാകുമല്ലോ എന്ന് പറയുവാനിടയായി. ഞങ്ങൾക്ക് കുഞ്ഞ് 2 മാസത്തിന് ശേഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വരുന്നതല്ലേ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മോളുടെ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടന്നു പോകുവാനിടയായി. ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ്, മോൻ വരുന്നതും കാത്ത്. അങ്ങനെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും അവൻ ബാഗ് തൂക്കി കടന്നു വരുന്നത് ഞാൻ ഗേറ്റിൽ നിന്നേ കാണുകയാണ്. ഞാൻ ഇവിടെ വന്ന ഉടനെ ഞാൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവനുടെ കട്ടിലെ കിടക്കുകയാണ്, പ്രിയപ്പെട്ടവനും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കുറേ സമയം അപ്പനും മോനും കൂടി അവിടെ കളിക്കുവാനെല്ലാം ഇടയായി തീർന്നു. മാർച്ച് 21-ാം തീയതി പ്രിയ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടടി, ഞാൻ വരുമ്പോൾ നിനക്ക് തരാമെന്ന് പറയുവാനിടയായി. ഇവൻ വന്ന ഉടനെ അവൾക്ക് ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു. ആ ഗിഫ്റ്റ് കവർ തുറന്ന് അവൾ നോക്കിയപ്പോൾ അതൊരു സത്യവേദ പുസ്തകമായിരുന്നു. അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവനെ തരുവാടി, ഇതാടി ജീവൻ, ഇതല്ലാതെ ജീവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ആ വേദ പുസ്തകം കൈമാറുവാനായിട്ട് ഇടയായി ചേർന്നു. ആ 3 ദിവസം അവൻ ഉപവസിച്ചപ്പോൾ ഒന്നും കഴിച്ചിരുന്നില്ല, വെള്ളം മാത്രം കുടിച്ചായിരുന്നു അവന്റെ ഉപവാസം. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ആന്റി പറഞ്ഞു, മോനെ നീ ചെറുപ്പമല്ലേ, നീ 22 വയസ്സേ ഉള്ളൂ. അവനോട് പറഞ്ഞു, മോനെ നീ ചെറുപ്പമല്ലേ, നീ ഇങ്ങനെ ഉപവസിക്കണ്ട, ഒരു നേരം ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ്, ആന്റി ഇപ്പോഴല്ലാതെ ഞാൻ എപ്പോഴും ഉപവസിക്കാം, ഇനി എനിക്കിങ്ങനെ ഉപവസിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നെല്ലാം പറയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവൻ വന്നു. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഒരു ആങ്ങളെയും പെങ്ങളും കൂടി ടൗണിലെല്ലാം കടന്നുപോയി. ഏപ്രിൽ 6-ാം തീയതി ഞങ്ങളുടെ 25-ാം വെഡിങ് ആനിവേഴ്സറിയാണ്. അവൻ ഞങ്ങൾക്കെല്ലാം ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ഞങ്ങൾ വീട്ടിലോട്ട് കടന്നുപോയി. ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത് 8 തൊട്ട് 10 വരെയാണ്. ഭയങ്കര ചൂട് കൂടിയതാ അങ്ങനെ കാലാവസ്ഥ ആയതുകൊണ്ട് 8 മണി തൊട്ട് 10 മണി വരെയാണ് ആരാധനയുടെ ടൈം. അവൻ ഞായറാഴ്ച 2 മാസത്തിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നതാണ്. ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. ഇവർ അപ്പനും മോനുമാണ് ഡ്രമ്മും സൈഡ് ഡ്രമ്മും എല്ലാം കൊട്ടുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഇവനൊന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് ഇവൻ പാടിയ പാട്ട് ഇതായിരുന്നു, ഇത്രമേൽ എന്നെ സ്നേഹിച്ചു പോ, ഇതെത്രയും വിചിത്രം യേശു രക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തുനിന്ന് എന്നെ നീ ഉള്ള പാട്ട് പാടുകയും 1 മണിക്കൂർ നേരം
1 മണിക്കൂർ നേരം അവൻ സാക്ഷ്യം പറയുവാൻ ഇടയായി. നിത്യതയെക്കുറിച്ചായിരുന്നു സാക്ഷ്യം മുഴുവനും. നിങ്ങൾ സഹോദരന്മാര് സ്നേഹമില്ലാതെ ഇരിക്കരുത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിനെന്നും ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യത കൈവിടപ്പെട്ടു പോകരുതുമെന്നുമെല്ലാം 1 മണിക്കൂർ നേരം അവൻ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആരാധനയെല്ലാം കഴിഞ്ഞതാകുന്ന സമയത്ത് പ്രിയ പാസ്റ്റർക്ക് ഞങ്ങളുടെ ഭവനത്തിലാണ് ഫുഡ് കൊടുക്കുന്നത്. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നു. ആ സമയത്ത് ഇവനോട് പറഞ്ഞു, അലൻമോനെ, മോൻ പോയിട്ട് വണ്ണമൊന്നും വെച്ചില്ല, പക്ഷെ മുഖത്തിന് ഭയങ്കര തേജസ്സാണെന്ന് പറയുവാനിടയായി. അപ്പോൾ ഇവൻ പറഞ്ഞു, പാസ്റ്റങ്ങളെ, ഞാന് ഒരു ദേവദാസന്റെ കൂടെയല്ലായിരുന്നു ഇത്രയും നാളും, അതാ എനിക്ക് തേജസ് എന്നൊക്കെ പറയുവാനിടയായി. അതിനുശേഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ വീടുകളിലും, ഞങ്ങളുടെ എല്ലാ വീടുകളിലും കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കടന്നു പോകുന്നത്. കടന്നുപോയി അവരോടെല്ലാം ഈ നിത്യതയെക്കുറിച്ചും നിത്യത ആരും കൈവിടപ്പെട്ടു പോകരുതെന്നും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്തിട്ടാണ് അവൻ വന്നത്. അതവന്റെ യാത്രാമൊഴിയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ കട്ടിലെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടാ, നീ ഇന്ന് പാടിയ പാട്ട് നല്ല പാട്ടായിരുന്നല്ലോ, നീ എന്താ ഇന്ന് ഈ പാട്ട് പാടിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, അമ്മേ, ഇത്രയും നാളും ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ലല്ലോ, എന്റെ കർത്താവ്, എന്റെ യേശുപ്പൻ ഞാൻ അറിയുന്നത് വരെ എന്നെ കാത്തു നിന്നില്ലേ, അതമ്മ ഞാൻ ഈ പാട്ട് പാടിയതെന്നെല്ലാം പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ, അവൻ എന്നോട് ചോദിക്കുകയാണ്, അമ്മേ, എനിക്ക് മരിക്കുന്നതിൽ പേടിയൊന്നുമില്ല, എനിക്ക് ഒരു ഭയവുമില്ല, പക്ഷെ നമ്മുടെ മരണം എപ്രകാരമാണെന്ന് അറിയുമായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടാ, അതിന് നമ്മുടെ മരണമൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ ദൈവനിശ്ചയമല്ലേ എന്നെല്ലാം പറയുവാനിടയായി. ഇവൻ വന്ന ഉടനെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, കുട്ടാ, നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ വീടിന്റെ പണിയൊക്കെ ഒന്ന് പൂർത്തിയാക്കണടാ എന്ന് പറയുവാനിടയായി. അപ്പോൾ ഇവൻ എന്നോട് പറയുക, അമ്മേ, എന്തിനാമ്മേ നമുക്ക് വീട്? നമുക്ക് വീടിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ വീടിന്റെ പണിയെല്ലാം പൂർത്തിയായിരിക്കുകയാണെന്ന്. ആ സമയത്തൊന്നും ഇവ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും, ഞാനും പ്രിയ പൈതലും കൂടി മോളുടെ വീട്ടിലോട്ട് കടന്നു പോവുകയാണ്. ഉച്ചയായതാದ സമയത്താണ് ഇവൻ ആ സമയത്ത് ഇവൻ കുറെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇവൻ ആ പുതിയ നിയമങ്ങളെല്ലാം ഇവന്റെ കൂട്ടുകാർക്കെല്ലാം കൊണ്ടു കൊടുത്തു. അവിടെ എല്ലാം ഇവൻ ഈ കൂട്ടുകാരോടെല്ലാം ഫോൺ വിളിച്ച് ഇവൻ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചൊക്കെ, ദൈവവചനം പറയുന്നത് ഒക്കെ അവൻ പറയുമായിരുന്നു. അവൻ അവിടെ ചെന്ന കൂട്ടുകാർക്കെല്ലാം പുതിയ നിയമം കൊടുത്തു. ഇവന്റെ കൂടെ 1 തൊട്ട് 10 വരെ പഠിച്ച ഒരു കുഞ്ഞുണ്ട്. അവന്റെ കൂടെ പോയി കുറെ നേരം ആ കട്ടിലെല്ലാം കിടന്ന് കളിച്ചിട്ടാണ് അവൻ ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ പ്രിയ പൈതലിന്റെ വീട്ടിലോട്ട് കടന്നു പോകുന്നത്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല, അല്ലാത്ത ഒരാൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. ആ ആളെ ഇവൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഇവൻ പരിചയപ്പെട്ട് ആ ആളോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കുട്ടാ, നിനക്ക് ഇങ്ങനെ പറയുന്നതിൽ നാണക്കേടൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന്. പൗലോസ് പറഞ്ഞതുപോലെ അവൻ എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സത്യത്തിൽ എന്റെ ഹൃദയം സന്തോഷിച്ചതാകുന്നൊരു സമയമാണ്. ഞങ്ങൾ അങ്ങനെ ബസ് കയറി ഞങ്ങൾ മോളുടെ വീട്ടിൽ ചെന്ന് അവളുടെ 2 ചെറിയ പൈതങ്ങളാണ് അവൾക്കുള്ളത്. ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ അവരുടെ കാറുമായിട്ട് വീണ്ടും ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വരുവാൻ ഇടയായി. കാരണം അവന്റെ ഒരു കൂട്ടുകാരി കൊച്ച് പ്രഗ്നന്റ് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ചക്ക വേണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവൻ തന്നെ പ്ലാവിൽ കയറി അപ്പനും മോനും കൂടി ഈ 2 ചക്കയും കാറിന്റെ ഡിക്കിയിലെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടുകാരി കൊച്ചിനെ കാണുവാനായിട്ട് കടന്നു പോവുകയാണ്. അവര് വിശ്വാസികളല്ല. അവിടെ ചെന്ന് ഇവൻ ചക്കയെല്ലാം കൊടുത്തിട്ട് അവരോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. നമുക്ക് മരണശേഷം ഒരു ജീവിതം ഉണ്ട് എന്നും ഒരു നിത്യത ഉണ്ട് എന്നും എനിക്ക് എന്റെ ക്രിസ്തുവിനോട് ചേരുന്നതാ എനിക്ക് ഇഷ്ടമെന്നും ഞങ്ങൾ ഈ പോകുന്ന പോക്ക് വീട്ടിലെത്തുമെന്നൊന്നും ഉറപ്പില്ല എന്നെല്ലാം ഈ കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവരെയും ഇവൻ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ഞങ്ങൾ കാറില് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ മോളുടെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ ഇവനെ നിർബന്ധിക്കുകയാണ്, വാ കുട്ടാ, നമുക്ക് പോകാം, അവർക്ക് കാറിന് ആവശ്യമുണ്ടെങ്കിലോ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേ, ഇപ്പോഴല്ലേ എനിക്ക് കാർ ഓടിക്കാൻ പറ്റുകയുള്ളൂ, ഇനി എനിക്ക് കാർ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലോ. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മോളുടെ വീട്ടിൽ വന്നു, സമയം 6:30. ആ സമയത്ത് ഞങ്ങൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പൊ തന്നെയല്ലേ വീട്ടിലുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, അപ്പയ്ക്ക് നാളെ ജോലിക്ക് പോകണം, ചോറും കറിയൊക്കെ കൊണ്ടുപോകണം, അതുകൊണ്ട് ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളോടും യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുകയാണ്. ബസ് കിട്ടി ഞങ്ങൾ സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ സമയം 7 മണി ആയതേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ആ കടയിൽ കയറി
അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അവൻ പറഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബ്രൂ കോഫി ഇട്ട് കുടിക്കാമേ എന്ന് പറഞ്ഞ് പാലും ബ്രൂവും എല്ലാം വാങ്ങിച്ച് ഒരു കവറിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കടക്കാരനോടും അവൻ സുവിശേഷം പറയുവാനിടയായി. അവൻ ഞങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന അവൻക്ക് വന്നതിന് ശേഷം കാണാത്ത ആൾക്കാരെ എല്ലാം വിളിച്ചവൻ വർത്താനം പറയുവാനിടയായി. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ചെറിയ ഇടിവാള് മിന്നലുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇടിവാളും മിന്നും ചാറ്റൽ മഴയും ചെയ്യുന്ന സമയത്ത് ഈ ഇടിവാള് മിന്നുമ്പോൾ ഇടിവാളിന്റെ പ്രകാശം, മിന്നുന്നതിന്റെ പ്രകാശം ഞങ്ങളുടെ മുഖത്തോട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്നോട് പറയാ, അമ്മ ഈ പ്രകാശം കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ, ആ എന്താ കുട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറയാ, ഇതുപോലെയുള്ള ഒരു പ്രകാശമില്ല അമ്മേ, ഇതുപോലെയുള്ള പ്രകാശത്താണ് നമ്മളെ കർത്താവ് വരുന്നത്. അപ്പൊ ഞാൻ ഇവനോട് ചുമ്മാ ചോദിച്ചു, കുട്ടാ ഇനി കർത്താവ് എങ്ങാനും വരുന്നതാണോടാ? അപ്പോൾ ഇവൻ എന്നോട് പറയുക, കർത്താവ് വന്നാൽ ഞാൻ അങ്ങ് പോകും, അമ്മ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഇവൻ എന്നെ അങ്ങ് വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ മുൾമുന്നിൽ എത്തിക്കുവാൻ ഇടയായി. ഇവൻ എന്നോട് പറയാം, അമ്മ ഇങ്ങനെ പോയാൽ പറ്റില്ല, സ്വർഗീയ ദർശനം പ്രാപിക്കണമേ. സ്വർഗീയ ദർശനം പ്രാപിച്ചാൽ നമുക്ക് ഇവിടെ നിൽക്കണമെന്നൊന്നും തോന്നുകയില്ല. നമുക്ക് ഹല്ലേലൂയ അങ്ങ് എത്തണമെന്നേ തോന്നുകയുള്ളൂ. സ്വർഗീയ ദർശനം പ്രാപിക്കണം. ഞാൻ സ്വർഗീയ ദൂതന്മാരെ കാണുക, ഇവൻ കണ്ട വരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇവൻ എന്നോട്, ഞാൻ സ്വർഗീയ ദൂതന്മാരെ കാണുക അമ്മേ എന്നൊക്കെ പറയുകയാണ്. ഇവൻ എന്നോട് പറയാണ്, കർത്താവിന്റെ 1000 ആണ്ട് വായിച്ചൊന്ന് ഓർത്ത് നോക്കിക്കാമേ, അന്ന് നമ്മളെ അമ്മയുടെ മന്ത്രിമാര്, നമ്മളെ അമ്മയുടെ ഗവർണർമാര് എന്നെല്ലാം ഇവൻ എന്നോട് ഇങ്ങനെ പറയുക. എനിക്ക് വളരെ സന്തോഷമാവുകയും എന്നെ ഇങ്ങനെ പ്രത്യാശയിലേക്ക് ഇവൻ നടത്തുകയാണ്. ഇവൻ എന്നോട് പറയുകയാണ്, സ്തെഫാനോസിനെ ഒന്ന് നോക്കിക്കേ അമ്മേ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഓരോ കല്ലെറിയുന്നത് സ്തെഫാനോസിന് അത് പൂ പോലെയാണ് തോന്നിയത്. ഇതുപോലെയാണ് നമുക്ക് എന്ത് പ്രതികൂലങ്ങൾ, കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം ദൈവവിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ആ വേദനകളൊക്കെ ഒരു വെറും പൂ പോലെ തോന്നുകയുള്ളൂ എന്നല്ല ഇവൻ എന്നോട് വചനവുമായിട്ട് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഇവൻ എന്നെ വചനത്തിൽ എന്നെ മുറുകെ പിടിക്കുവാൻ ഇടയായി തീർന്നു. ആ പ്രത്യാശയോടെ, ആ സന്തോഷത്തോടെ നടന്നു വരികയാണ്. എന്തോ എനിക്കറിയത്തില്ല, വീടിന്റെ അവിടെ എത്താറായപ്പോൾ എനിക്കൊരു അകാരമായ ഒരു ഭയം എന്റെ മനസ്സിനെ അലട്ടുവാൻ ഇടയായി തീർന്നു. വീടെത്താറായി. അപ്പൊ ഞാൻ ഇവരോട് പറയുകയാണ്, കുട്ടാ ആനയുണ്ടെന്ന് തോന്നടാ, നമുക്ക് തിരിച്ചു പോയാലോ? അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേ ആനയേക്കാൾ ശക്തനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്ന, പിന്നെ അമ്മയ്ക്ക് എന്താ പേടി എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് തോളയിൽ കൈയിട്ടാണ് ഞങ്ങൾ നടന്നു വരുന്നത്. ഇവൻ എന്നോട് പറയാ, എന്റെ നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കിക്കേ, എന്റെ നെഞ്ച് പടപെടാന്ന് ഇടിക്കുന്നില്ല, അമ്മയുടെ നെഞ്ച് പടപെടാന്ന് ഇടിക്കുകയല്ലേ എന്നൊക്കെ പറയുവാനിടയായി. ഇവൻ സ്വർഗീയ ദൂതന്മാരെ കണ്ടാണല്ലോ വരുന്നത്, അവനൊരു പേടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി വീടെത്താറാകുന്ന ഒരു സമയം, ഒരു കുറച്ച് ഉള്ളു വീട്ടിലോട്ട് എത്തുന്നത്. ആ സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞ അവസാനം, എന്റെ കുഞ്ഞ് അവസാനമായി പറഞ്ഞ വാക്ക് ഇതാണ്, ഇന്ന് ഞാൻ നിത്യതയിൽ പോയാൽ, ഇന്ന് ഞാൻ ദൈവസന്നിധി ചേർന്നാൽ ഞാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുമെന്ന് പറയല്ല. ഞങ്ങൾ ഈ ആനയെ കാണുന്നില്ല, ഈ ആന ഓടി വരികയും ഞാൻ പെട്ടെന്ന് ഈ ആനയെ കണ്ട് പുറകോട്ട് ഓടിയപ്പോ എന്റെ കാല് ചെരുപ്പ് സ്ലിപ്പായി, ഞാൻ അവിടെ വീഴുവാൻ ഇടയായി. ആന എന്റെ മേത്തുകൂടെയാണ് ആദ്യമേ കേറിപ്പോയത്. ആദ്യത്തെ പോക്കിൽ തന്നെ ഈ എല്ലുകൾ ഒടിയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഞാൻ നോക്കുമ്പോ കുഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവനോട് പറഞ്ഞു, കുട്ടാ ഓടടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നും ഞാൻ കാണുന്നില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു, ഒരു പ്രാവശ്യം കൂടി ഈ ആന എന്റെ മേത്തുകൂടെ കയറിപ്പോയി. അവസാനം ഇത് കൊമ്പ് കൊണ്ട് കുത്തിയപ്പോൾ ആ കൊമ്പിന്റെ ഇടകിൽപ്പെട്ട് ഞാൻ കുരുങ്ങി പോകുവാൻ ഇടയായി. ഈ ആനയുടെ ഒരു കാലിന്റെ ഒരു അംശം മാത്രമേ എന്റെ ദേഹത്ത് കൊണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു വേദന, ഞാൻ അലറി കരയുന്നുണ്ട്, ഞാൻ ഉറക്ക കരയുന്നുണ്ട്. എന്നെ ഒരു കുറ്റിക്കാട്ടിലേക്കാണ് ഈ ആന ഇങ്ങനെ ആക്കിയത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഇത് 2 സെക്കൻഡ് കഴിഞ്ഞ് ഈ സംഗതി അത് പോകുവാൻ ഇടയായി തീർന്നു. വെറും 2 സെക്കൻഡേ ഉള്ളൂ. എന്റെ വിചാരം മുഴുവൻ കുഞ്ഞു ഓടിപ്പോയിട്ടുണ്ടാവും, വീട്ടിലെത്തിയിട്ടുണ്ടാവും, അപ്പയൊക്കെ വിളിച്ചോണ്ടവൻ വരുമായിരിക്കും. എന്തൊക്കെയാണ് എന്റെ ഹൃദയത്തിലൂടെ ഓടിപ്പോയത്. ഞാൻ ഇവന് ഉറക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ എഴുന്നേൽക്കാൻ നോക്കി, പക്ഷെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഒരു കാലിലെല്ലാം ചവിട്ടി ദശയെല്ലാം വെളിയിലോട്ട് വന്നതാന്നൊരു സമയങ്ങളായിരുന്നു. ആ സമയത്ത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ പിന്നെ നിരങ്ങി മുഴുവനും മുള്ളും കരികിലയും ഒക്കെ ആയിരുന്നു എന്റെ ദേഹത്തും എന്റെ ചെവിയിലും എല്ലാം. ഈ മുള്ള ഞാൻ നിരങ്ങി ചെല്ലുമ്പോൾ നല്ല റോട്ടില് എന്റെ കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാന് എന്റെ വിചാരം മുഴുവൻ ഇവൻ ആനയെ കണ്ട് മയങ്ങിപ്പോയതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇവന്റെ അടുത്ത് ചെന്നിട്ട് ഇവനെ തലോടിക്കൊണ്ട് ഞാൻ പറയുന്നുണ്ട്, കുട്ട അമ്മയ്ക്കൊന്നും പറ്റിയില്ലടാ, നീ എഴുന്നേൽക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവന്റെ മുഖം നല്ല പ്രകാശിച്ചിരിക്കുന്നതാണ്, ഒരു മുഖം പോലെയാണ് എനിക്ക് കാണുവാനിടയായത്. ഞാൻ നോക്കുമ്പോഴാണ് അവന്റെ അടുത്ത് തൊട്ടപ്പുറത്തായിട്ട്
ആയിട്ട് അവന്റെ ഫോൺ കിടക്കുന്നത് കാണുവാനിടയായി തീർന്നത്. ഞാൻ നിരങ്ങി വീണ്ടും ആ ഫോൺ എടുത്തു. അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപയാണ്. ഹല്ലേലൂയ. ആ ഫോൺ എടുത്ത് ഇവന്റെ ലോക്ക് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ഇവന്റെ ലോക്ക് തുറന്ന് ആദ്യം ഇങ്ങനെ നമ്പറിലേക്ക് വിളിച്ചു. അത് മോളുടെ നമ്പറായിട്ട് ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു, മോനെ അമ്മയും കുട്ടനെയും ആന ചവിട്ടിയിടി, കുട്ടൻ മിണ്ടുന്നില്ലടി എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി. അവളാണ് എല്ലാവരും വിളിച്ചറിയിക്കുവാൻ ഇടയായി തീർന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെല്ലാം ഓടി വന്നതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓടി വരികയും അവന്റെ കൂട്ടുകാരെല്ലാം ഓടി എത്തി. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ കാറില് ഞങ്ങളുടെ ഒരു കുഞ്ഞും കൂടെ കാറിൽ കയറി ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ജില്ലാ ആശുപത്രിയിലാണ്. ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഭയങ്കര ജനപ്രവാഹമാണ് അവിടെ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഏതോ ഒരു VIP എന്തുമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സിംഗ് റൂമിലോട്ടും മോനെ ഡോക്ടേഴ്സ് റൂമിലോട്ടും കയറ്റി. എന്നെ അവിടെ ചെന്ന് എത്തിയിട്ടാണ് എൻ്റെ ചെവിയിൽ നിന്നും ദേഹത്തു നിന്നും എല്ലാം ഈ മുള്ളും കരികിലും എല്ലാം വലിച്ചെടുക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ചെവി പോയത് അറിയുന്നത്. ഞാൻ അറിയുന്നില്ല. ഒരു കാല് ദശയെല്ലാം വന്ന് കിടക്കുന്നതാണ് അവസ്ഥ. അങ്ങനെ വല്ലാത്തൊരു സ്റ്റേജിലാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുവാൻ ഇടയായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് എല്ലാം പെട്ടെന്നായിരുന്നു. ആംബുലൻസ് എല്ലാം ക്രമീകരിച്ച് അപ്പോൾ തന്നെ എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രിയ കുഞ്ഞിന്റെ കുറെ കൂട്ടുകാരന്മാരും ഞങ്ങളുടെ ചേട്ടന്റെ മോനുമാണ് എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഉടനെ തന്നെ എന്നെ ആ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറ്റി എൻ്റെ ചെവി ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു ശകലം മാത്രമേ വിട്ടുപോകാനായിട്ടുള്ളൂ. ആ തൂങ്ങിക്കിടക്കുന്ന ചെവി ഒരു ഇറച്ചി കഴുകുന്നത് പോലെ കഴുകി അവരപ്പോൾ തന്നെ അത് തുന്നിക്കെട്ടി വെക്കുവാൻ ഇടയായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ചെവിയുടെ ഞരമ്പും മസ്തിയും എല്ലാം പോയി, രക്തോട്ടമൊക്കെ നിന്ന് പോയി, നമ്മൾ ചുമ്മാ കെട്ടുന്നേ ഉള്ളൂ, അത് ശരിയാവുമെന്നൊന്നും തോന്നുന്നില്ല. എക്സ്റേ എടുത്തപ്പോഴാണ് അറിയുന്നത് ഷോൾഡറിന്റെ ഒരു വശം തൊട്ട് ഒരു വശം വരെയും പൊട്ടിപ്പോയതാകുന്ന അവസ്ഥ, ഒരു കാലനക്കാൻ മേലാത്തതാകുന്ന ഒരു സ്ഥിതിയില്. അങ്ങനെ ബെൽറ്റും എല്ലാം ആയിട്ട് എനിക്കൊന്ന് തിരിയാനോ മറിയോ ഒന്നും പറ്റാത്തതാകുന്ന ഒരു സ്ഥിതിയില് വേദന കൊണ്ട് നിൽക്കുന്നതാകുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി. ആ സമയങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞെന്തിയെ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല, ആന്റിക്കേ പറ്റിയിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴാണ് എൻ്റെ ഒരു പ്രിയ ചേച്ചി മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നുണ്ട്, ചേച്ചിയാണ് എന്നോട് വന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് താൻ പ്രിയം വെച്ചതാണ് നാട്ടിലേക്ക് കടന്നുപോയി എന്നുള്ളത്. ഏതൊരമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത, ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അവസ്ഥ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പോകുന്നതാകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതാകുന്ന അവസ്ഥയിലൂടെ കടന്നുപോയി. ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെ കളക്ടറുടെയും ഓർഡറോടുകൂടി എന്നെ കുഞ്ഞിനെ കാണുവാനായിട്ട് കൊണ്ടുപോകുവാനിടയായി. സ്പെഷ്യലായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ICU ആംബുലൻസില് എന്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് കൊണ്ടുപോകുവാനിടയായി തീർന്നു. വെറും 10 മിനിറ്റ് നേരം മാത്രമേ എന്നെ എന്റെ കുഞ്ഞിന്റെ അടുത്ത് നിർത്തിയുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ജനങ്ങളാണ്, മീഡിയക്കാരും ചാനലുകാരും എല്ലാം വന്നിരിക്കുകയാണ്. എന്റെ കുഞ്ഞിന്റെ ആഗ്രഹമായിരുന്നു അവനൊരു കളക്ടർ ആവണമെന്നുള്ളത്. എന്നാൽ അത് അവന്റെ മരണത്തിൽ ദൈവം അവന് സാധിപ്പിച്ചു കൊടുക്കുവാനിടയായി. കളക്ടറുടെയും മന്ത്രിമാരുടെയും പോലീസുകാരുടെയും എല്ലാ അകമ്പടിയോടുകൂടി എന്റെ കുഞ്ഞിന്റെ ബോഡി കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. അവനൊരു സുവിശേഷകനാകണമെന്നുള്ളത് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. അവനെ ഒരു സുവിശേഷകനെ പോലെ യാത്രയയക്കുവാനിടയായി തീർന്നു. വെറും 10 മിനിറ്റ് നേരം എന്റെ കുഞ്ഞിന്റെ അടുത്ത് എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം കഴുത്തേലും ദേഹത്തും എല്ലാം ബെൽറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്, തലയൊന്നും തിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ വീഡിയോ കോൾ വിളിച്ചാണ് എന്നെ എന്റെ കുഞ്ഞിനെ കാണിച്ചത്. ചിരിച്ചു കിടക്കുന്ന മുഖത്തോട് കൂടി കിടക്കുന്നതാണ് ഒരു കുഞ്ഞിനെയാണ് അവിടെ എനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു ആന ചവിട്ടിയ ബോഡി ഒന്നും ഒരിക്കലും കിട്ടാത്ത സാഹചര്യത്തിൽ എന്റെ കുഞ്ഞിന്റെ ബോഡി ചിരിച്ചു കിടക്കുന്ന മുഖത്തോടെ കാണുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. ഞാൻ വിചാരിക്കുകയാണ് അവൻ ദൂതന്മാരെ കണ്ടാണല്ലോ വരുന്നത്, സ്വർഗീയ ദൂതന്മാർ അവനെ എടുത്തോണ്ട് പോയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ആന ഒരു മുഖാന്തരമാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന്
എന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് ആശുപത്രി ചെന്നതാകുന്ന സമയത്ത് ഞാൻ അലറിക്കരയാണ്. എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ മുഴുവനും ആന ഓടി വരുന്നതും കുഞ്ഞിന്റെ മുഖവുമെല്ലാം കണ്ട് ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയിത്തീരുന്നതാകുന്നൊരു അവസ്ഥകള്. ഉടനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം, ഇങ്ങനെ ഒരു ഷോക്ക് ആയിപ്പോയല്ലോ. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഷോക്കിന്റെ ആ ഒരു അറ്റാക്കിന്റെ ഷോക്കാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തരുവാനിടയായി. ഞാൻ ആ ഗുളിക കഴിച്ച് പതുക്കെ മയക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ കണ്ണടച്ച് മയങ്ങിയ സമയത്ത് ഞാൻ കാണുകയാണ് ഭയങ്കര പ്രകാശം. എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ഈ പ്രകാശം കാരണം എനിക്ക് നോക്കുവാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. ഇവൻ എന്നോട് ചോദിക്കുക, അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞു, കരയാതെ എങ്ങനെയാടാ കുട്ട? അപ്പൊ എന്നോട് പറയാ, അമ്മ കരയൊന്നും വേണ്ട, ഞാൻ പോയ പാതയില് നിങ്ങളും ഇവിടെ എത്തിയാൽ മതി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് എൻ്റെ ആ ദുഃഖം എനിക്ക് എങ്ങനെ പോയി എന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ഞാൻ ഇങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വേദപുസ്തകം എടുക്കാൻ ഒന്നും പറ്റാത്തതെന്നൊരു സാഹചര്യമാണ്. അപ്പൊ ഒരു ബോർഡിൽ എന്ന പോലെ വാക്യം എഴുതി വരികയാണ്. ആ വാക്യം ഇപ്രകാരമാണ്: കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ എങ്ങനെ മത്സരിച്ചോടുമെന്ന്. ആ വാക്യം എഴുതി കാണിക്കും. എന്നെ കാണിക്കുകയാണ് ഏലിയാവിനെ. ആ ഏലിയാവിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് രാജാവിന്റെ മുന്നിൽ സധൈര്യം പ്രസ്താവിച്ച ഏലിയാവ്, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് തീ ഇറക്കിയ ഏലിയാവ്, ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടിയ ഏലിയാവ്, ഇവിടെ ഇതാ ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം, ഇസബേലിന്റെ വാക്ക് നിമിത്തം എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴെ കിടക്കുന്നതും ദൂതന്മാർ തട്ടി ഉണർത്തി പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന്. വീണ്ടും എന്നോട് ഈ വാക്ക് വീണ്ടും ആവർത്തിക്കുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൂരയാത്രയാണ് ഞാനിപ്പോൾ വീട്ടിനുള്ളിൽ ഇരുന്നായാലും ചെയ്യുന്നത്. അനേകരുടെ മധ്യ എന്റെ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ആ ഒരു ഇത് കണ്ടതിന് ശേഷം എന്റെ ദുഃഖം എങ്ങനെയോ മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. ഒരിക്കലും എന്റെ ചെവി ശരിയാവില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് ചുരുങ്ങി പോവുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 21 ദിവസമായപ്പോഴേക്കും എന്റെ ചെവി നോർമൽ ചെവിയായി തീരുവാനായിട്ട് സ്വർഗത്തിലെ അപ്പച്ചനോട് ഇടയാക്കി. അത് ഞങ്ങൾ അനുഭവിച്ചറിയുവാനിടയായി. പ്രിയ സുനിച്ചേച്ചി എന്നെ ശുശ്രൂഷിക്കാനായിട്ട് 2 ആഴ്ചത്തോളം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമായിട്ടാണ് ചേച്ചി വീട്ടിലോട്ട് മടങ്ങി വരുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ചേച്ചിക്ക് അറിയാമതല്ല. ഒരിക്കലും ഞാൻ എഴുന്നേൽക്കയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. കിടക്കുമെന്ന് എഴുതിയതാകുന്ന സമയത്ത് 29 ദിവസം ആശുപത്രിയിൽ കിടക്കുവാനിടയായി. എന്നെ കാണുവാൻ വരുന്നവരെല്ലാം എന്നെ സങ്കടത്തോടെ സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാവരും മനസ്സിലല്ലെങ്കിലും അല്ലാതെയും പറഞ്ഞു, ഇനി വിജി എഴുന്നേൽക്കയില്ല എന്ന് എല്ലാവരും വിധി എഴുതി. 29 ദിവസം കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷമായിട്ട് എന്നെ കാണുവാനായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ആളുകളെല്ലാം കടന്നു വരും. അപ്പോൾ ഞാൻ കരയുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർക്ക് യേശു ആരാണെന്നോ ദൈവം ആരാണെന്നോ ഒന്നും അവർക്കറിയത്തില്ല. ഞങ്ങളുടെ വിശ്വാസം എന്താണെന്ന് പോലും അറിയാത്ത ഇടത്ത് എൻ്റെ കുഞ്ഞിന്റെ ഫ്യൂണറല് മുഴുവൻ അവരവിടെ കാണുവാനിടയായി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ സേവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നത്. അവരെന്നോട് വന്ന് പറയാണ്, വിജി എന്തിനാ കരയുന്നത്? നമ്മുടെ അലൻമോനില്ലേ, അവൻ യേശുപ്പത്തിന്റെ അടുത്തല്ലേ പോയിരിക്കുന്നത്, യേശു ആരാണെന്ന് അറിയാത്ത ജാതികൾ എന്നോട് സാക്ഷ്യം പറയുവാനിടയായി. എൻ്റെ കുഞ്ഞിന്റെ മരണം അവിടെ യേശു ആരാണെന്ന് അവിടെ തെളിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാന് അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വീണ്ടും ചെക്കപ്പിനെല്ലാം കടന്നു പോകും. ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് 2 മാസമെല്ലാം കഴിഞ്ഞ് കിടന്ന കിടപ്പാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. അങ്ങനെയുള്ളതാന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ കടന്നുപോയത്. പ്രിയ മോളുടെ വീട്ടിലായിരുന്നു ഞങ്ങള്. പ്രിയ ഹസ്ബൻഡ് ആ സമയങ്ങളിലൊന്നും ജോലിക്കൊന്നും കടന്നു പോയില്ല, എന്നെ നോക്കണമല്ലോ. അങ്ങനെയായിരുന്നത് ആ സമയം. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രിയ മോളോട് പ്രിയപ്പെട്ടവരോട് പറയുവാനിടെ, എന്നെ ഒന്ന് പതുക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിക്കേ. അങ്ങനെ അവർ എന്നെ പതുക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് പതുക്കെ ഒന്ന് നിർത്തി നോക്കിക്കേ. അങ്ങനെ നിർത്തി നോക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെ എന്നെ പതുക്കെ ഒന്ന് നടത്തി നോക്കിക്കേ. അങ്ങനെ നടത്തി നോക്കുവാൻ തുടങ്ങി. ഞാന് പിച്ച നടക്കുവാൻ തുടങ്ങി.
വൈദ്യശാസ്ത്രം വിധി എഴുതി, ലോക ജനങ്ങൾ വിധി എഴുതി, ഇനി ഞാൻ ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്ന്. ആ സ്ഥാനത്ത് ഈ ചെങ്ങന്നൂരിന്റെ പ്രദേശം, പാലക്കാട് നിന്ന് ഈ ചെങ്ങന്നൂർ വരെ എനിക്ക് കടന്നു വരുവാൻ എന്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവം എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അനേകരുടെ മധ്യ എന്നെ ജീവിപ്പിക്കുന്ന സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാട്ടാന ചവിട്ടിയതാകുന്ന ഒരു ബോഡി ഒരിക്കലും ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കത്തില്ലാത്ത സ്ഥാനത്ത് എന്നെ ദൈവം എന്നെ നിർത്തി, എന്നെ ജീവനുള്ള ഒരു ദേശത്ത് എന്നെ ജീവനോടെ നിർത്തി. അത് അനേകരുടെ മധ്യ ഒരു സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ്, ഈ ദൈവം ജീവിക്കുന്ന ദൈവം എന്നുള്ള സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് എന്നെ നിർത്തിയത്. ഞാനും കൂടി പോവുകയായിരുന്നെങ്കിൽ അവിടെ ലോകം ദുഷിച്ചേനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ജനങ്ങളെല്ലാം എന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതാന്നൊരു അവസ്ഥയാണ്. അവർ എന്നോട് പറയും, നിങ്ങളുടെ പ്രാർത്ഥനയും വിജിയുടെ മനോധൈര്യമാണ് വിജി എഴുന്നേറ്റ് നടക്കുന്നതെന്ന്. ദൈവം എന്നെ നിർത്തി, ദൈവം എന്നെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന്, ഞാൻ ഇനി ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ നിന്ന് എത്തുകയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് എന്നെ ദൈവം അവിടെയല്ലേ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിലിരുന്ന് സൂമിലൂടെയാണ് ഞാൻ എന്റെ സാക്ഷ്യം പറയുന്നതെങ്കിലും ഇനി എനിക്ക് ഓടുവാൻ എന്റെ കാലുകൾക്ക് ദൈവം ബലം തരും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അനേകരുടെ മധ്യ കടന്നു പോയിട്ട് എന്റെ ജീവനുള്ള സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സമയം ഒത്തിരി കടന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. കുറച്ച് വാക്കുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം ഞങ്ങളുടെ ആ സ്ഥലങ്ങളെല്ലാം വീടും എല്ലാം വിട്ട് ഞങ്ങളെല്ലാം ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതാന്ന ഒരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഞങ്ങൾ മാറി, ഞങ്ങൾ തന്നെ പണിതാന്ന പള്ളി, ഞങ്ങൾ തന്നെ സ്ഥലം കൊടുത്ത്, ഞങ്ങൾ തന്നെ പണിത്, ഞങ്ങൾ തന്നെ ആരാധന കഴിച്ചതാന്ന പള്ളി. എന്നാൽ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചിട്ട് 8 മാസം, ഈ 6-ാം തീയതി ആകുമ്പോൾ 8 മാസമാകും. അതുവരെ ഞങ്ങളുടെ അവിടെ ആരാധന നടക്കാത്തതാന്നൊരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ആരാധന നടത്തണം. ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണല്ലോ നമ്മുടെ ദൈവം. സ്ഥിതികളെ മാറ്റി തരുന്ന ദൈവമായിരിക്കാല് ഞങ്ങളുടെ സ്ഥിതികളെല്ലാം മാറ്റി ദൈവം നമ്മെ വിട്ടുവെക്കുന്ന ദൈവമെന്ന് ഈ സമയത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷി പറയുക. ദൈവം എന്നെ ഒരുക്കിയ നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ആരോഗ്യം ബലവും എല്ലാം എനിക്ക് നൽകി തന്നു. നടക്കുന്നതിനൊക്കെ ചെറിയൊരു അപാകത ഉണ്ടെങ്കിലും ദൈവം എന്നെ നടത്തി, ദൈവം എന്നെ നിർത്തി. ഹല്ലേലൂയ. എന്ന് നിങ്ങളുടെ മധ്യ എന്നെ സാക്ഷ്യത്തിനായിട്ട് കൊണ്ടുവന്നത് ഈ ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഇന്ന് സാക്ഷ്യം പറയുവാൻ പറ്റാത്ത വിധത്തില് പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപാകെ എനിക്ക് സാക്ഷ്യം പറയുക വലിയ ദൈവം എന്നെ ഒരുക്കിയ ആ നല്ല ഭാഗ്യ പദവിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം പ്പെട്ടവരോട് അതുപോലെ തന്നെ എന്നെ ഇന്ന് ഈ സാക്ഷ്യത്തിന് വിളിച്ചതാന്ന പ്രിയ ദേവദാസനോടും ദേവദാസിയോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദിയെയും വന്ദനത്തെയും എല്ലാം അറിയിച്ചുകൊണ്ട് എനിക്കിങ്ങനൊരു സമയം ഒരുക്കി തന്നതാന്ന് പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.